അതിഥി തൊഴിലാളികളുടെ അധിക വേതനത്തിനെതിരെ പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സമരവുമായി രംഗത്ത്. യാതൊരു മാനദണ്ഡവും കൂടാതെ തൊഴിൽ കൂലി വർദ്ധിപ്പിക്കുന്ന അതിഥി തൊഴിലാളികളുടെ തൊഴിൽ മേഖലയിൽ അടിയന്തര നിയന്ത്രണം വേണമെന്നും PBCA നേതാക്കൾ ആവശ്യപ്പെട്ടു. മുൻകാല സർക്കാർ നടപ്പിലാക്കാത്ത തൊഴിൽ കാർഡ് നടപ്പാക്കാൻ പുതിയ സർക്കാരിന് നിവേദനം നൽകുമെന്നും സംഘടനാ നേതാക്കൾ പറഞ്ഞു. നിർമ്മാണ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ കാലയളവിലാണ് തൊഴിലാളികളുടെ വേതന വർധനവ് ഇപ്പോൾ വെല്ലുവിളിയായിരിക്കുന്നത്. കാരണം പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷനും ലെൻസ്ഫെഡിന്റെയും സംസ്ഥാന ജില്ലാ ഭാരവാഹികളാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അഖിലെ, എന്താണ് നിങ്ങളുടെ അടിയന്തരമായിട്ടുള്ള ആവശ്യം? ഞാൻ പത്തനംതിട്ട ഏരിയയുടെ സെക്രട്ടറിയാണ്. ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് നമ്മുടെ പത്തനംതിട്ട ജില്ല. ഇവര് പെട്ടെന്ന് തന്നെ ഹെൽപ്പർമാരുടെ കൂലി 1200 മുതൽ 1400 വരെ ആക്കി. ഇത് ഇത്രയും പൈസ ആക്കിയപ്പോഴത്തേന് തന്നെ നിർമ്മാണ മേഖലയ്ക്ക് ഇത് വലിയൊരു വെല്ലുവിളിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരോട് ഈ പൈസ കുറയ്ക്കണം എന്ന് പറയുമ്പോൾ ഇവർ സമ്മതിക്കാതെ ഇവർ ജോലിക്ക് വരാതിരിക്കുകയും ടൗണിൽ വന്ന് നിന്നുകൊണ്ട് പല ആൾക്കാരുടെ കൂടെ ജോലിക്ക് പോയിട്ട് 1400 1500 മേടിക്കുന്നതായിട്ട് കാണും. ഇതിനെതിരെ ഞങ്ങൾ സർക്കാർ നിലയിലേക്ക് എല്ലാവർക്കും ലെറ്റർ കൊടുക്കുകയും, അതായത് കളക്ടർക്ക് കൊടുത്തു, ലേബർ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട്, മുനിസിപ്പൽ സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെല്ലാം ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. മന്ത്രിതലത്തിലേക്ക് ഇത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതിനുള്ള ലെറ്ററും കാര്യങ്ങളും എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇവർ ഈ കൂലി കുറയ്ക്കാത്തിടത്തോളം കാലം നമ്മുടെ നിർമ്മാണ മേഖല നല്ല രീതിയിൽ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ സാമ്പത്തികാവസ്ഥ തന്നെ നല്ല ചെലവുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ 1200 1400 രൂപ ഹെൽപ്പർക്ക് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മേശിരിക്ക് എത്ര രൂപ കൊടുത്താൽ പറ്റും എന്നുള്ള ഒരു പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു കെട്ടിടമൊക്കെ മൊത്തത്തിൽ കോൺട്രാക്ട് എടുക്കാൻ ഭയങ്കരമായിട്ട് ചെലവ് കൂടും. കാര്യം ഈ ചെലവ് കൂടുന്നതനുസരിച്ച് നമ്മളിത് വീട് പണിയുന്ന ആൾക്കാരിൽ നിന്ന് മേടിക്കേണ്ടതായിട്ട് അവസ്ഥ വരും. അങ്ങനെ വരുന്ന സമയത്ത് നിർമ്മാണ മേഖല മൊത്തത്തിൽ നിന്നു പോകും. ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് വീട് വെക്കുന്നതിനോ അല്ലെങ്കിൽ ഇപ്പൊ പഞ്ചായത്ത് തലത്തിൽ വീട് നിർമ്മിക്കാൻ കൊടുക്കുന്നുണ്ട്, അതിന് പോലും ആർക്കും വീട് വെച്ച് കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് മാറിപ്പോകും. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള തൊഴിലാളികൾക്കും ജോലി കിട്ടാത്ത അവസ്ഥയായി പോകും. അങ്ങനെയാണ് ഇത് വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ഈ അതിഥി തൊഴിലാളികളെ ഏജന്റുമാര് മുഖാന്തരമൊക്കെ ആണല്ലോ നിങ്ങളുടെ എത്തുന്നത്. ഇവിടെ ഇപ്പം എന്താണ് വിഷയം? ഇതിപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരാളെ വിളിക്കാൻ വേണ്ടി ടൗണിലോ അല്ലെങ്കിൽ അവർ കൂടി നിൽക്കുന്ന സ്ഥലത്തോ ചെല്ലുമ്പോൾ നമ്മൾ എന്താണ് ആവശ്യമെന്ന് ആദ്യം ഒരാൾ വന്ന് നമ്മുടെ അടുത്ത് ചോദിക്കും. ആ ചോദിക്കുന്ന ആളാണ് പിന്നെ നമുക്ക് എത്ര ആളിനെ വിടണം, എത്ര രൂപയ്ക്ക് തരും എന്നുള്ള ഒരു ക്രമീകരണം പത്തനംതിട്ട ടൗണിൽ കുറച്ച് നാളായിട്ട് നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇലക്ഷൻ സമയത്ത് കുറേ ആൾക്കാർ ഇവിടുന്ന് അതിഥി തൊഴിലാളികൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. ബംഗാളിലേക്ക് ഇതര സംസ്ഥാനത്തേക്ക് തിരിച്ചു പോയിരുന്നു. അപ്പോൾ അവർ പോയ സമയത്ത് ഏകദേശം ഒരു 100-ൽ താഴെ, ഒരു 50-ൽ താഴെയുള്ള ആൾക്കാരെ ആ സമയത്തുള്ളായിരുന്നു. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 900 എന്നുള്ളത് ഒറ്റയടി 1200. അന്നേരവും വിളിച്ചുകൊണ്ട് പോകാൻ ആളുണ്ടായിരുന്നു. കൂടുതൽ ഞങ്ങളെപ്പോലെ അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാർ, അതായത് ഒരു ദിവസത്തെ പണിക്ക് വേണ്ടി വീടിൻ്റെ മിറ്റം ക്ലീൻ ചെയ്യാൻ അതുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വരുന്നവരാണ് ഈ ചോദിക്കുന്ന റേറ്റിൽ വിളിച്ചുകൊണ്ട് പോകുന്നത്. അത് അവർക്കൊരു വളമായിട്ട് കൂടുതൽ ബാധിച്ചത് പിന്നെ ഞങ്ങളെയാണ്. കാരണം ഞങ്ങൾ ഒരു 6 മാസമോ അല്ലെങ്കിൽ 8 മാസമൊക്കെ ഒരു എഗ്രിമെൻറ്റിൽ ഒരു പണി എടുത്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് സമയത്ത് തീർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ വീട്ടുകാർ നമ്മളുമായിട്ട് പ്രശ്നമാകും. അതുകൊണ്ട് ഈ വർദ്ധിച്ചു വരുന്ന കൂലിയോ അല്ലെങ്കിൽ സാധന സാമഗ്രികളുടെ വിലയോ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് വീട്ടുകാരുടെ കയ്യിൽ നമുക്ക് ചോദിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ആ എഗ്രിമെന്റ് എഴുതുന്ന സമയത്തുള്ള റേറ്റ് മാത്രമേ നമുക്ക് ചോദിക്കാൻ പറ്റൂ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള നഷ്ടവും അതിനെക്കാട്ടി ഭീമമായിട്ട് ഈ ഒരു ആൾക്ക് ഏകദേശം 300 രൂപ വെച്ച് അധികത്തിൽ ഒരു ദിവസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നഷ്ടം കൂടാകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മുടെ മലയാളി തൊഴിലാളികൾ വളരെ കുറയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മലയാളികളുടെ തൊഴിലവസരങ്ങൾ കുറയും. അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും ഇവിടെ ഈ മേഖലയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അവർക്കതൊരു വളമാണ്. മലയാളികൾ നിർമ്മാണ മേഖലയിൽ ഇല്ലാത്തത് കാരണം അവർ എന്തും അവർക്ക് ആവാം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇപ്പോൾ അവർ പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പം അവർ പറയുന്ന കൂലി കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും സമ്മതിക്കണമെന്നും അവർ പറയുന്ന രീതിയിലുള്ള തൊഴിൽ മാത്രമേ അവർ ചെയ്യത്തുള്ളൂ എന്നും, വർക്കിന് വിളിച്ച ഉടനെ ആദ്യം ചോദിക്കുന്നത് എന്താണ് ഇന്നത്തെ വർക്ക്,
കല്ലിന്റെ പണിയാണെങ്കിൽ ഞങ്ങൾ വരത്തില്ലെന്നും മണ്ണിന്റെ പണിയാണെങ്കിൽ ഞങ്ങൾ വരത്തില്ലെന്നും കട്ടിപ്പണികളൊന്നും അവർ ചെയ്യാൻ തയ്യാറല്ലെന്നുമാണ് ഇപ്പൊ പറയുന്നത്. പക്ഷെ ഈ പിന്നെ അവർക്ക് ശരീരം അനങ്ങാത്ത പണികൾ ചെയ്യുകയും ചെയ്യണം, വേതന അവർ വളരെ കൂടുതലുമാണ്. അപ്പൊ നിലവിൽ ഒരു 1000 രൂപ ഒരു ഹെൽപ്പർക്ക് കൊടുത്തോണ്ടിരുന്ന സമയത്ത് ഇപ്പൊ അവർ 1300 1400 രൂപയാണ് ചോദിക്കുന്നത്. അത് കോൺട്രാക്ടർമാർക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. കാരണം എഞ്ചിനീയർമാർക്കും കോൺട്രാക്ടർമാർക്കും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ കാരണം ഇന്നേ വരെ ഒരു 3, 4, 5 വർഷം കൊണ്ട് കൺസ്ട്രക്ഷൻ വർക്ക് മേഖലകളിൽ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒരു ആവറേജ് റേറ്റിൽ ഓടുകയാണ്. ഒരു കാരണവശാലും വീട്ടുകാരത് കൂട്ടിത്തരാൻ തയ്യാറല്ല. വീട്ടുകാരെ അതിന് നമ്മൾ പറഞ്ഞിട്ട് കാര്യവുമില്ല. കാരണം അവർ കൂട്ടിത്തരാൻ തയ്യാറല്ലെന്നുള്ള സാമ്പത്തിക മേഖലയിലെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് ഇങ്ങനെ പോയാൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. ഞങ്ങൾ കോൺട്രാക്ടർമാരും എഞ്ചിനീയർമാരും കൂടെ കൂടിക്കൊണ്ട് ഞങ്ങൾ ഈ മേഖലയിലെ വർക്കുകൾ കുറെ കാലത്തേക്ക് നിർത്തിവെക്കും. അങ്ങനെ നിർത്തിവെച്ചാലത്തെ സംഭവം എന്ന് വെച്ചാൽ ബിൽഡിംഗ് മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുന്ന കടകളെല്ലാം പൂട്ടേണ്ടി വരും, കോറികൾ അടയ്ക്കേണ്ടി വരും, കട്ടക്കമ്പനികൾ പൂട്ടേണ്ടി വരും. അതുമായിട്ട് ജീവിക്കുന്ന എല്ലാ തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും പട്ടിണിയിലേക്ക് പോകേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ ഞങ്ങൾ കോൺട്രാക്ടർമാരെയും എഞ്ചിനീയർമാരെയും കൊണ്ട് എത്തിക്കരുതെന്നാണ് എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്. നമ്മുടെ പത്തനംതിട്ടയിലുള്ള എല്ലാ ബംഗാളികൾക്കും ലേബർ കാർഡോ അതനുസരിച്ചുള്ള അടിസ്ഥാനമായ താമസ സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അവർ എന്ന് പറഞ്ഞുകൊണ്ട് കൂലി ചോദിക്കുന്നതിനേക്കാളും കൊണ്ട് 2000 രൂപ 3000 രൂപ ഒരു തലയ്ക്ക് പിന്നെ വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനെക്കുറിച്ച് ഗവൺമെന്റ് എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കണം. അഖിലേ, അപ്പം ഇത് നിങ്ങൾ കേരളത്തിന്റെ എവിടം മുതൽ എവിടം വരെയാണ് നിങ്ങളുടെ ഈ സംഘടനയുടെ? ഞങ്ങൾ കേരളം മൊത്തത്തിലുണ്ട്. കേരളത്തിൽ മൊത്തത്തിലാണ് സംഘടനയുള്ളത്. ഞങ്ങളുടെ സംഘടന മാത്രമല്ല, നിരവധി സംഘടനകളുണ്ട്. ഈ സംഘടനകൾ എല്ലാവരും ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് രാവിലെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പ്രതിഷേധ ജാഥ ഉണ്ടായിരുന്നത്. ഇനി ഇത് ഗവൺമെന്റിനെ ഞങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അവർ ഇതിന് വേണ്ട തീരുമാനങ്ങൾ എടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ നാട് കേരളം മൊത്തത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകും. നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തികാവസ്ഥയ്ക്ക് ഒരു 50% ബലം കൊടുക്കുന്നത് കൺസ്ട്രക്ഷൻ മേഖലയാണ്. എല്ലാ മേഖലയിലും ഇവർ ജോലി ചെയ്യുന്നുണ്ട്. ആ മേഖലയിലും ഈ പ്രതിസന്ധികളുണ്ട്. അതായത് ഇപ്പോൾ ഹോട്ടൽ ജീവനക്കാരനില്ല, ഹോട്ടലില് പൊറോട്ട അടിക്കുന്ന ആളില്ലെങ്കിൽ ആ കട പൂട്ടേണ്ട അവസ്ഥയാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ മറ്റ് സാധനങ്ങൾക്കെല്ലാം വില കൂടുന്നതും ഇതിനൊരു പ്രശ്നമാണ്. അങ്ങനെ ബന്ധപ്പെട്ട അധികൃതർ ഇവരുടെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് ഈ സംഘടനാ ഭാരവാഹികളുടെ ആവശ്യം. പത്തനംതിട്ടയിൽ നിന്നും കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പ്രദീപ് അങ്ങാടിക്കൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.